എല്ലാവരും കുളിച്ച് പരമ്പരാഗത വസ്ത്രമൊക്കെ ധരിച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. ഇത് പെണ്ണിൻ്റെ വീടാട്ടോ. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഒരു ടീം ഇപ്പം ഇങ്ങോട്ട് വരും. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ അവർക്കൊരു കലക്കൻ സ്വീകരണം കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണെന്ന്. സംഗതി അതൊക്കെ തന്നെ, പക്ഷേ ഇതൊരു വല്ലാത്ത സ്വീകരണമാണെന്ന് മാത്രം. ഇവരുടെ കയ്യിൽ കാണുന്ന ഈ സംഗതി ഉണ്ടല്ലോ, അതാണ് ഹൈലൈറ്റ്. സംഭവം പെണ്ണിൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഇറച്ചി അടക്കം ഒരുപാട് സാധനങ്ങൾ കൊണ്ട് ചെക്കനും കൂട്ടരും വരുന്ന ഒരു ചടങ്ങാണിത്. പക്ഷേ വരുന്ന ചെക്കനും കൂട്ടുകാർക്കും ഇവിടെ പെണ്ണിൻ്റെ കൂട്ടുകാരികൾ കൊടുക്കുന്നത് നല്ല മുട്ടൻ പണിയാണ്. ഒന്നും അല്ല കേട്ടോ. പുരാതന കാലം മുതൽ ഇവർ അനുഷ്ഠിച്ചു പോരുന്ന കുറേ ആചാരങ്ങളും ഇവരുടെ വസ്ത്രധാരണ രീതികളും ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും ഇവർ അതിഥികളെ സ്വീകരിക്കുന്നതും ആഘോഷ പരിപാടികളും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിന്ന് കാണണം. ഒരു നാടിനറിയാൻ അവിടെ ഒരു കല്യാണം കൂടിയാൽ മതി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലൊരു കല്യാണത്തിന് വന്നാണ് കേട്ടോ. സിക്കിമിലെ ജംഗു റിസർവ്ഡ് ഏരിയയിലെ ഒരു ലെപ്ച കല്യാണം. അപ്പുറത്തെ വീട്ടിലെ പട്ടി കുറേ സമയം സമാധാനം തന്നില്ലെങ്കിലും പിന്നീട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിട്ടോ. ഇപ്പോൾ നേരം വെളുത്തു, ഞങ്ങൾ രണ്ടുപേരും എണീറ്റു. സിക്കിമിലെത്തിയിട്ട് ഇത്രയും ദിവസമായെങ്കിലും ഇതുവരെ സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ കാരണം ഞങ്ങൾ നേരത്തെ എണീക്കാത്തതുകൊണ്ടൊന്നുമല്ല. ആ കാണുന്ന മലയുടെ ചെരുവിലായിരുന്നു ഇത്രയും ദിവസം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ നിന്ന് സൂര്യൻ വരുന്നത് കാരണം നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പെർമിറ്റ് എടുത്തിട്ട് ഇപ്പുറത്തെ മലയിലേക്ക് വന്നതാണ്. എന്ത് ഭംഗിയാണ് നോക്കി കാണാൻ. നീ പെട്ടെന്ന് കുളിക്ക്. നമ്മൾ ചെന്നിട്ട് വേണം ഉള്ളി പൊളിക്കാനും ഇറച്ചി കഴുകാനും കസേര നിരത്തി വെക്കാനൊക്കെ. അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഫ്രഷായിട്ട് ദീദിനോടും ദീദിൻ്റെ മോളോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിട്ടോ. ഇറങ്ങുന്ന സമയത്ത് ദീദി ഒരു സെഞ്ചിയിൽ കുറച്ച് പാല് തന്നു കേട്ടോ. അതായത് കഴിഞ്ഞ ദിവസം മുതൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സോങ്മി ദീദി ഇല്ലേ, ആ ദീദിൻ്റെ ചായക്കടയിൽ ചായ ഉണ്ടാക്കാനുള്ള പാലാണ്. പോകുന്ന വഴിക്ക് ദീദിക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബൈക്ക് എടുത്ത് പുറപ്പെട്ട് പോകുന്ന വഴിക്കാണ് സോങ്മി ദീദിൻ്റെ വീട്. അവിടെ ഇറങ്ങിയിട്ട് ഈ പാല് ചേച്ചിനെ ഏൽപ്പിച്ചു. പിന്നീട് അവിടുന്ന് ഇറങ്ങിയിട്ട് സോങ്മി ദീദിൻ്റെ കടേൻ്റെ അങ്ങോട്ട് വന്നു കേട്ടോ. നമുക്ക് ഒരുമിച്ച് കല്യാണത്തിന് പോകാമെന്ന് സോങ്മി ദീദി പറഞ്ഞിരുന്നു. പക്ഷേ അവർക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഇത്ര ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് കല്യാണത്തിങ്ങന്ന് അവിടെ ഉള്ള ഒരാളെ നമ്മളെ കല്യാണത്തിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദീദി പറഞ്ഞയച്ചിരുന്നു. നമുക്ക് പുള്ളിൻ്റെ കൂടെ പോവാം. ഞാൻ പുള്ളിൻ്റെ വണ്ടി കയറാൻ വിചാരിച്ചിട്ടോ. ഇവിടെ എന്തൊരു സ്വിച്ച് ഒക്കെ ഉണ്ട്. ഏക്കായി ഓ ചാവിയില്ലേ? ചാവിയില്ല കേട്ടോ. അതിന് പകരം ഇവിടെ ഒരു സ്വിച്ച്. ഈ സ്വിച്ച് ഓൺ ആക്കണം, എന്നിട്ട് പിന്നെ എഞ്ചിൻ സ്വിച്ച് ഓൺ ആക്കണം. അത് റെഡിയേ? ഓ പോയേക്കാം. പോയേക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഓക്കെ ഓക്കെ ബൈ. റോട്ടിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ചെറിയ റോഡിലേക്ക് കയറി കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഈ റോഡ് കണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒരു വില്ലേജ് ഉണ്ടെന്നും ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നും നമുക്ക് അറിയില്ലല്ലോ. ഓ വഴി ഭയങ്കര മോശമാണെന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കാണുന്നതൊക്കെ അങ്ങനെ തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ മല കയറി നമ്മളിങ്ങനെ പോവാണ്. നമ്മൾ പ്രതീക്ഷ അത്ര മോശം റോഡൊന്നും അല്ലായിരുന്നു. കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ കുറേ വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെയാണ് കല്യാണം എന്നാണ്. പക്ഷേ അവിടുന്ന് വീണ്ടും നമ്മൾ കുറച്ചുകൂടി ദൂരം പോയി. ഇപ്പോൾ കല്യാണത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കവാടം. ഞാൻ വീട് എവിടെ ചോദിച്ചപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് നമ്മളങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. സദ്യയൊക്കെ ഇപ്പോൾ തുടങ്ങുന്നതാവോ, നല്ലോണം വിശക്കുന്നുണ്ട്. സുധി ഇവിടെ കുറേ കല്യാണങ്ങൾ കൂടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ലെപ്ച എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ കല്യാണം കൂടിയിട്ടില്ല. ലെപ്ച കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. ഇൻഡിജീനിയസ് ആയിട്ടുള്ള പീപ്പിൾ എന്ന് പറഞ്ഞാൽ, അതായത് ഈ സിക്കിം അവരുടേതാണ് എന്നാണ് വെപ്പ്. അപ്പോൾ അവരുടെ കല്യാണം എന്ന് പറയുമ്പോൾ അത് കുറച്ച് സ്പെഷ്യലായിരിക്കും. നമ്മളപ്പോൾ കല്യാണ വീട്ടിൽ നടന്നു പോകുന്ന വഴിക്ക് നല്ല പച്ച കളറിലൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ. ഈ ഗ്രാമത്തിലെ സ്കൂളാണ്. ഇവിടെ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. 8ാം ക്ലാസ് വരെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ചെറിയൊരു കവാടം പോലുള്ളത് കടന്നിട്ട് അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ കുറച്ച് ബലൂണൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെമ്പിൻ്റെ കലം, അതിനകത്ത് എന്തോ ഒരു വെള്ളമുണ്ട് കേട്ടോ. കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വെക്കണതാണ് അത്രേ. പിന്നെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി ഇങ്ങനെ ഇട്ട് തരില്ല, ഒരു ഷോള് പോലെ, അതൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. ഇതാണ് കവാടം. താങ്ക് യു. ഹായ് കംറി. അകത്തേക്ക് കയറിയപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നമ്മുടെ ഭക്ഷണം കൊടുക്കുന്ന പന്തലാട്ടോ. അങ്ങോട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇവിടെ ആളുകളൊക്കെ ഇവരുടെ ഡ്രസ്സ് അല്ലേ, ട്രഡീഷണൽ ഡ്രസ്സാണ്. അതാണ് കേട്ടോ കാണാൻ രസം. കണ്ടോ ഇവരുടെ ഒക്കെ ഡ്രസ്സുകൾ. കംറി
ആ ഒരേ കമ്മ്യൂണിറ്റി ഡ്രസ് തന്നെ, പക്ഷെ വേറെ കളേഴ്സ് ആണ് അല്ലേ. ആ ഇവിടെ ഇങ്ങനെ പല വീടുകളിലായിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ കല്യാണം. അങ്ങോട്ടൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ആ യെസ്, കല്യാണ മണ്ഡപം അടിപൊളി. ഈ വീട് കുറച്ച് വലിയ വീടാണ് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. എന്ത് കളർഫുള്ളാന്നൊക്കെ. മണ്ഡപത്തിലൊരു പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇവിടെ ഒരു പൂജ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പൂജ ചെയ്തതിന് ശേഷം എത്ര കല്യാണത്തിന്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതായത് കല്യാണ പെണ്ണിനും ചെക്കനും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പൂജയാണ്. ഈ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന പുരോഹിതരാണ് കേട്ടോ. അതായത് ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ മുതിർന്ന ആൾക്കാരാണ് ഈ രണ്ടുപേരും. ഇവിടെ കണ്ടോ ടേബിളിന്റെ മുകളിൽ ഒരു കോഴീനെ അങ്ങനെ കൊന്നിട്ട് അതിനെ വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ ഒരു തിരിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ദീപം കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ തൊട്ട് മുമ്പിലുള്ള ആ ഒരു ടീ പോയിന്റ് മുകളിൽ ബഫലോ മീറ്റാന്നാ പറഞ്ഞത്. ആ മൈക്കൊക്കെ വെച്ചിട്ടുണ്ടോ, അതൊരു ബഫലോന്റെ മീറ്റാണ് അത്രേ. അതും വെച്ചിട്ട് വേറെ എന്തൊക്കെ അലങ്കാരങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആണ് ഇവിടെ പൂജ നടക്കുന്നത്. ഇവിടെ ദാ ഈ പെണ്ണിൻ്റെ ചെക്കൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ചിമിത് ലപ്ച എന്നാണ് ചെക്കൻ്റെ പേര്. സോനം യങ്ഡുപ് ലപ്ച എന്നാണ് കേട്ടോ ഈ പെണ്ണിൻ്റെ പേര്. ഇപ്പോൾ ഈ ആദ്യത്തെ ഈ ചെറിയൊരു പൂജാ പരിപാടി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. നമ്മളതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെക്കനും പെണ്ണും വന്നു കേട്ടോ. ചെക്കനും പെണ്ണും മണ്ഡപത്തിൽ കയറിയിട്ട് ഇരിക്കുവാണേ. ഇതേ ഇവർ രണ്ടുപേരാണ് കേട്ടോ. ഇവരുടെയാണ് ഇന്നത്തെ കല്യാണം. അതിഥികളൊക്കെ ഇങ്ങനെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഇവിടെ ഈ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന എന്തോ ഡ്രിങ്ക് ഉണ്ട്. ചായ ആണെന്ന് തോന്നുന്നു. നമ്മളെ കൊണ്ടുവന്ന സുഹൃത്ത് കുറച്ച് നേരമായിട്ട് നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ബാ എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ വാ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന്. പക്ഷേ റെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇവിടെ നമ്മളെ ഭക്ഷണ ഹാളിലേക്കാണ് കൊണ്ടുവന്നത്. അതിഥികൾ ആദ്യമേ ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തി ചായയും വേറെ പലഹാരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആൾക്കാരല്ലേ. ഇത് കണ്ടോ എല്ലാ ടേബിളിന്റെ മുകളിലും ഇങ്ങനെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ട്. പിന്നെ എന്തൊക്കെ പലഹാരങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. താഴത്ത് എന്തോ ഒരു ഇല, ഇതെന്തെങ്കിലും അതായിരിക്കും അല്ലേ. ശരി ശരിയാ. കൃഷി സ്ഥലത്താണ് കേട്ടോ ഇവരുടെ ഈ പന്തലൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇവിടെയൊക്കെ കണ്ടോ ഒരു കൊലച്ച വാഴയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റേജ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കൊള്ളാലോ. വന്നിരുന്നപ്പോൾ നമ്മളോട് സ്പ്രൈറ്റ് വേണോ ചായ വേണോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മൾ ചായ മതി എന്ന് പറഞ്ഞപ്പോൾ അവർ ചായ കൊണ്ടു തരുവാണ്. താങ്ക് യു. കഴിക്കാൻ എന്താ വേണ്ടത്? നോൺ വെജ് വേണോ വെജ് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ നോൺ വെജിൽ ഫിഷും ചിക്കനും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ എന്തും കഴിക്കുമല്ലോ. അപ്പോൾ അത് 2 പ്ലേറ്റ് കൊണ്ട് തന്നിട്ടോ. ഇതിനകത്ത് ചിക്കൻ ഉണ്ട്, പിന്നെ ഫിഷിന്റെ എന്തോ പീസ് ഉണ്ട്, പിന്നെ ആലു കൊണ്ടുണ്ടാക്കിയ സംഗതി ഉണ്ട്. ബീഫ് കഴിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ബീഫിന്റെ ഒരു ഐറ്റം കൂടി അവര് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ചായക്ക് ശേഷം ബിയറോ അല്ലെങ്കിൽ ആൽക്കഹോൾ കുറച്ച് ഫോട്ടോ ആവശ്യമുണ്ട്. കാരണം ഇവിടെ വരുമ്പം ബിയറാണ് ഇവിടെ മെയിൻ ആയിട്ട്. ഓ ബിയർ അടിക്കുന്നവരാണെങ്കിൽ ബിയർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബോട്ടിൽ തരും. ഇനി അത് കുടിച്ചാ പിന്നെ മിനിമം 3 എണ്ണം കുടിക്കണം അത്ര. അപ്പൊ പിന്നെ അടിപൊളി പരിപാടിയായിരിക്കും. ബീഫ് കിടു ആണല്ലേ. നിങ്ങൾ കഴിച്ചേ. നമ്മള് സ്നാക്സ് എന്ന് പറയുമ്പോ ബിസ്ക്കറ്റും ചിപ്സും ഒക്കെ ഉദ്ദേശിക്കുക ചായന്റെ കൂടെ. ഇതെല്ലാം നോൺ വെജ് ഐറ്റംസ് കേട്ടോ. വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെ എല്ലാ ടേബിളിലും ഇതുപോലെ സ്നാക്സ് വെച്ചേക്കുന്നില്ലേ, ഇത് ഇവരിങ്ങനെ വെക്കുമ്പോൾ ഇത് ഇവരുടെ ട്രഡീഷണൽ ഫുഡുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വന്ന ട്രഡീഷണൽ ഒന്നുമല്ല, നമ്മുടെ അച്ചപ്പം. ശരിയാ, നമ്മളെ അച്ചപ്പം ഇതിന് പ്രധാന ഐറ്റം ആയിട്ട് മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാലോ. ഇവരിതിനെന്താ ഹണികോം അങ്ങനെ എന്തോ ഒരു പേര് പറയും. അച്ചപ്പം പോലത്തെ അച്ചപ്പം. ഹായ് കമ്രി. നമ്മളിപ്പോ സ്നാക്സ് കഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ. ആ സ്നാക്സ് വിതരണം ചെയ്യുന്ന പന്തലിന്റെ സൈഡിലെ ഒരു വഴിയിലേക്ക് ഇറങ്ങിയതാണ്. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും വന്നിങ്ങനെ വിളമ്പി കൊണ്ടിരിക്കും. ഈ സ്നാക്സ് എന്ന് പറയുന്ന സംഭവം അവരുടെ യഥാർത്ഥ ഉദ്ദേശം ഇത് ബിയറിന്റെ ടച്ചിങ്സ് ആയിട്ടാണ് കേട്ടോ. ഇവിടുത്തെ മുഴുവൻ ആൾക്കാരും ബിയർ കഴിക്കുന്നുണ്ടാവും. ആളുകളിൽ 99% ആളുകളും കഴിക്കും. ഒരു പ്രധാന പരിപാടിയും ബിയർ കുടിക്കലാണ് ഈ കല്യാണത്തിന്റെ. അത്യാവശ്യം നന്നായി കല്യാണം നടത്തുമ്പോൾ
4-5 ലക്ഷം രൂപ ഡ്രിങ്ക്സിന് വേണ്ടി ചിലവാകുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ റേറ്റ് ആണ് കേട്ടോ വെച്ചിട്ട്. നാട്ടിലത്തെ റേറ്റ് ആണെങ്കിൽ അതൊരു 10-15 ലക്ഷം ആവില്ലേ ആ കണക്കിന് അല്ലേ കമ്പാരിറ്റീവ്ലി. അപ്പൊ നമ്മൾ ആ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ കുറച്ച് മുകളിലായിട്ട് ഇങ്ങനെ ഒരു വൈക്കോല് കൊണ്ടൊക്കെ ഒരു പെര ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് കേട്ടോ ഫുഡ് ഇങ്ങനെ സെർവ് ചെയ്തത്. അവിടെ ഇങ്ങനെ ബിയർ ബോട്ടിൽസ് ഒക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സംഭവം ഇവിടെ ഒരു മരത്തിൽ കുറെ പഴുത്ത പേരക്കൊക്കെ ഉണ്ട്. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചഭക്ഷണത്തിനുള്ള സ്പേസ് നഷ്ടപ്പെടും. അതെ 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 അതെ. അതുപോലെ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു വെറ്റില കൊടുക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ട ഫ്ലേവറിൽ ഉണ്ടാക്കി തരും. ദീദി കമ്പനി കമ്പനി चाय पानी पी लिया? स्नैक्स ठीक है ठीक है ठीक है ठीक है. നീ അവനോട് പോയി ചോദിച്ചിട്ട് കാര്യമില്ല, അവൻ കുറുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഈ കല്യാണ വീടിൻ്റെ ദൂരം നിന്നുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പുറകിലേക്ക് ഇങ്ങനെ നടന്നു കയറിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ഇഞ്ചി കൃഷിയുണ്ട്, ഇവിടെ ഒരു കൃഷിയുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായില്ല. അതറിയാൻ വേണ്ടിയിട്ട് സുദീപ് ബ്രോ പോയി ചോദിച്ചാണ്. പുള്ളിക്കാരൻ ഫോണിലാ. ഹായ്. സംഭവം എന്താണെന്നറിയോ, ഞങ്ങൾ ഇന്നലെ ആ ചെക്ക് പോസ്റ്റ് കടന്നു വന്നപ്പോൾ അവിടെ ഇരുന്ന ഡ്യൂട്ടിയിലിരുന്ന ഉദ്യോഗസ്ഥനാണ് പുള്ളി. അപ്പൊ പുള്ളീന്റെ അടുത്ത് നമ്മൾ പറഞ്ഞത് അങ്ങോട്ട് പോകാനാണെന്നാണല്ലോ. നമ്മുടെ അതിൻ്റെ അകത്തുള്ള ഹോം സ്റ്റേ ഒക്കെ രേഖപ്പെടുത്തിയേക്കുന്നത് ഇവിടെ അങ്ങനെയുണ്ട്. പാസ് അടിക്കുമ്പോൾ ഹോം സ്റ്റേ ഉണ്ടാവും. ആ ഹോം സ്റ്റേയിലാണ് നമ്മൾ താമസിക്കേണ്ടത്. അതെ അതെ. ഹോം സ്റ്റേ ബുക്ക് ചെയ്യാതെ പാസ് തരില്ല. അപ്പൊ നമുക്ക് ട്രാവൽസുകാരനെ ഒരു ഹോം സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തന്നതാണ്. പൈസ കൊടുത്തിട്ടില്ല. അവിടെ ഹോം സ്റ്റേയിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരാൾക്ക് 1500 രൂപയ്ക്ക് പറഞ്ഞു നമ്മള് ഒരു ദിവസത്തേക്ക് ഒരാൾക്ക്. അപ്പോൾ ഈ ചേച്ചീന്റെ ഒരു സൗകര്യം കിട്ടിയപ്പോൾ നമ്മളോട് താമസിച്ചത്. അപ്പൊ പുള്ളിക്കാരൻ ചോദിക്കുക, നിങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയില്ലേ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇവിടെ നിന്നൊരു കല്യാണം ഉണ്ട് എന്ന് അറിഞ്ഞു. അവന് കല്യാണം കാണാൻ പറ്റുമെങ്കിൽ രസമാണല്ലോ, അതുകൊണ്ട് ഇവിടെ നിന്നാണെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ. കല്യാണ വീടായതുകൊണ്ടായിരിക്കും ലാഭമായി. ഇവിടെ ഒരു അടുക്കള ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സുധി പോകുന്നുണ്ട്. അടുക്കള ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുക്കളയിൽ പോയേ പറ്റുള്ളൂ. ഇതൊരു സ്ഥിരം അടുക്കളയാണല്ലോ. ഇത് കല്യാണത്തിന് ഉണ്ടാക്കിയാന്നല്ല കേട്ടോ. സ്ഥിരം അടുക്കള തന്നെ, അതിപ്പോ കല്യാണം ആയതുകൊണ്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഓക്കെ ഓക്കെ. क्या क्या बनाता है? फिश. कौन सा फिश है? ट्राउट. ट्राउट फिश. ट्राउट तो नहीं है। हाँ. ये क्या गोल्डन फिश? गोल्डन फिश. हेलो 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 हेलो. ये गोल्डन फिश है? हाँ अच्छा. थैंक यू. പുള്ളി നമ്മളെ പറ്റിക്കാൻ പറഞ്ഞാണ്. ये क्या है? നമുക്ക് കിട്ടിയില്ലല്ലോ. അബി ബൻ രേ. ആ ഓക്കെ 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 ഓക്കെ. അവിടെ ബീഫ് ഉണ്ട് കേട്ടോ. ബീഫ് बहुत अच्छा है. नाइस. सुपर. मटन. സോറി സോറി സോറി. This one chicken. കളയല്ലേ കളയല്ലേ കളയല്ലേ. ചിക്കനേ എന്താ അടുക്കളയിൽ ഇത്രയും വലിയ തിരക്ക്? ആള് കൂടിയല്ലോ. അടുക്കളേന്റെ ഇപ്പുറത്തേക്ക് നോക്കിയപ്പോ ഇവിടെ വേറൊരു പന്തലുണ്ട് കേട്ടോ. അപ്പൊ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി തന്നെ 3-4 പന്തലായല്ലോ. വരുന്ന ഗസ്റ്റുകളെ സ്വീകരിച്ചിരുത്തണമല്ലോ. അന്നേരം സൗകര്യത്തിനനുസരിച്ച് ഓരോ അതായത് ഇവരുടെ വീടിന് ചുറ്റുമുള്ള കൃഷി സ്ഥലങ്ങളാണ് മൊത്തം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃഷിന്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് കല്യാണം നടത്താൻ പറ്റുള്ളൂ അല്ലേ? അവിടെ അല്ലേ പന്തലിടുന്നത്? അത് കൊള്ളാം. ഇവിടെ ഒരു ധൈര്യമാനം ഞാൻ കാണിച്ചു തരാം. ഇത്രയും ചിക്കനൊക്കെ പൊരിക്കുമ്പോ ഒരു കോഴി ഉണ്ടോ? ഓ മോനെ സമ്മതിക്കണം. പുള്ളിയാണല്ലോ ഉദ്ദേശിച്ചത്. നമ്മളോട് കുറച്ച് ഒഴിച്ചു തരട്ടെ ചോദിക്കട്ടോ ചേട്ടൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഞങ്ങൾ കഴിച്ചാണ്, ചായ കുടിച്ചു. അപ്പൊ പുള്ളി പറയാ അത് നോർമൽ ചായ അല്ലേ കുടിച്ചത്, കുറച്ച് ഒരു ലേശം ഒഴിച്ച് നല്ലതായിരിക്കും, അടിപൊളിയായിരിക്കും, എനർജി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. ഇവിടെ ഈ വീടിന്റെ അകത്ത് ലെപ്ച ട്രഡീഷണൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ട്രഡീഷണൽ ഫുഡ് ഒരു ചേച്ചി വിളിച്ചു കൊണ്ടുവന്നാണ് കേട്ടോ. ഇവിടെ ലെപ്ച ട്രഡീഷണൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അതാ ഇത് നൈസ് പരിപാടിയാണ് കേട്ടോ. അയ്യോ ഹായ്. ये क्या है? ये लेप्चा का खुरी. इसे खुरी को खुरी. लेप्चा का ट्रेडिशनल फूड. ओके ओके. लेप्चा कम्युनिटी ट्रेडिशनल फूड ആണ് അത്രേ. ये क्या चीज में बनाते हैं?
ये buckwheat का roll है ये। ആ മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന റൊട്ടി പോലത്തെ സംഭവമാണ്. ഇതാണ് അങ്ങനെ ഒഴിച്ചിട്ട് എന്തോ ഒരു സംഭവം, ഒരു മുളവടിയും കൊണ്ട് ഇങ്ങനെ പരത്തുക കേട്ടോ. ആ ദോശ ചുടുന്ന പോലെ തന്നെ, പക്ഷെ ദോശന്റെ ചട്ടിയൊന്നുമില്ല, ഒരു അലുമിനിയം പാത്രത്തിന്റെ മൂടി ഉണ്ടാവില്ലേ, അത് ഗ്യാസിന്റെ മുകളിൽ വെച്ചിട്ട്. ആ വെറൈറ്റി ആണല്ലോ. ഏക്കായേ ये छंग छंग ചങ്. ഓ ഇവിടെ ചീയാണ് ये जैसे ची इसे ची बोलते हैं। ഓ അതായത് നമ്മള് ലോക്കൽ മദ്യം, അവിടെ ചങ് എന്ന് പറഞ്ഞ സാധനം, ഇവിടെ ചീനാ പറയാ. ഇതെടുത്ത മില്ലറ്റ്, मिलेट के बनता ഇത് है। ഇതിങ്ങനെ കുടിക്കാ ചെയ്യാ? ഇത് ഒരാൾക്ക് കുടിക്കാനുള്ളതാ? ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ കുത്തിട്ട് इसमें पानी डालते हैं, पानी डाल के इसे ഓ ഓക്കെ 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 ഓക്കെ. ഇതിപ്പോ റെഡിയാണ്, കുടിക്കാൻ റെഡിയാണ്. ഇതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചിട്ട്, ഇത് സ്ട്രോ ആണ്. स्ट्रॉ है ये। ഓ ഇത് വെച്ചിട്ട് ഇങ്ങനെ കുടിക്കുന്നു. ട്രൈ ചെയ്യണ്ട നീ? ഇല്ല. ഇല്ല നീ അന്ന് പെട്ടതാണല്ലേ. ഓ ഓക്കെ ഓക്കെ. ഇത് ഒരാൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഈ സാധനം ഇപ്പം അന്ന് അവിടെ നിന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ട്, ഇത് പിഴിഞ്ഞെടുക്കുമ്പോ വെള്ള കളറിലെ മറ്റേ ആ സാധനം യെസ് യെസ് യെസ്. ആ ഓക്കെ ഓക്കെ. ചൂടുവെള്ളം ഒഴിച്ചൊഴിച്ച് ലൈറ്റ് ആയിട്ട് കിട്ടുന്നത് ആ ഇതിന്റെ അകത്ത് മറ്റേ കാർബോഹൈഡ്രേറ്റ് കുറവായിരിക്കും, മറ്റേ അകത്ത് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിരിക്കും. ആ അതാണെന്ന് പറഞ്ഞല്ലേ. ഇതേ ഒരു ചേച്ചി ഇവിടെ ഒരു കിളിവാതിലൂടെ നോക്കുന്നുണ്ട്. ഹായ് കമ്രി. ഇവിടെ വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ആ ഇത് വേറെ ഐറ്റം അല്ല, ഇവിടുന്ന് ഈ ചുട്ടെടുക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനൊരു പേര് പറഞ്ഞു, കുറി കുറി കുടി കുടി കുടി. ആ എന്തായാലും ആ സാധനം അത് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഇസ്മേക്കായി സബ്ജി. ആ ഓക്കെ ഓക്കെ. പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു സാധനം ഉണ്ടോ? ഓ ഓക്കെ 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 ഓക്കെ. അവിടെ ഒരു സ്ക്വാഷ് ഒക്കെ ഉണ്ട്. ആ ആ ആ. അത് അതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഈ റോളൊക്കെ ഉണ്ടാക്കൂലേ, ഇങ്ങനെ ചുരുട്ടി എടുക്കുകയാണ്. ആ എന്നിട്ട് ഇതായി ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ട്. ഇത് ആർക്ക് കൊടുക്കാനാണോ എന്തോ, നമുക്കാണോ അവിടെ? അല്ല, നമ്മൾ നേരത്തെ വന്ന് കുറച്ച് നേരത്തെ ആയിപ്പോയി കേട്ടോ, അതുകൊണ്ട് എല്ലാ ഐറ്റം ആയില്ല. നമുക്ക് ഫ്രഞ്ച് ഫ്രൈ ഒന്നും കിട്ടിയില്ല. ഇപ്പൊ ഉണ്ടാക്കി അല്ലല്ല, ഫ്രഞ്ച് ഫ്രൈ ഒക്കെ എനിക്ക് തോന്നുന്നു ഉച്ച ഭക്ഷണത്തിലേക്കായിരിക്കും. ഫ്രഞ്ച് ഫ്രൈ ചിലപ്പോ ആയിരിക്കും, ചിലപ്പോ സ്നാക്സിന്റെ കൂടെ നോർമലി വരാറുണ്ട്. ഉണ്ടോ? സുരി ചീയേ. ആ ഓക്കെ 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 ഓക്കെ. ആ ഇതിപ്പോ നമ്മളാ കണ്ടില്ലേ, ചാങ് 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 ചാങ്. ഇതർ ചീ പോലെയാ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ. ആ ഇത് കണ്ടോ, ഇപ്പൊ കേക്കായേ. ഇതില് ഗോതമ്പുണ്ടല്ലോ, മില്ലറ്റ് ഓർ വീറ്റ്. ആ മില്ലറ്റും വീറ്റും കൂടി ഫെർമെന്റ് ചെയ്ത സാധനമാണ് കേട്ടോ അത്. ഇനി അതിനകത്ത് ഒന്നും ചെയ്യാനില്ല, അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചാൽ മാത്രം മതി. ചൂടുവെള്ളം ഒഴിച്ചെടുക്കും, ഓ പിന്നെ പിഴിഞ്ഞെടുക്കും. രണ്ടും ഉണ്ട്. ആ ഓക്കെ. രണ്ട് ടൈപ്പ് സംഭവം. ആ മുക്കിലിരിക്കുന്ന ആ ചാക്ക് ഉണ്ടോ, അതൊക്കെ അതാണ് കേട്ടോ സംഭവം. ഫെർമെന്റ് ചെയ്ത് വെച്ചേക്കണ മില്ലറ്റും ഗോതമ്പും കൂടിയാണ് ചീ. എന്നിട്ട് ഇനി ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് ഗ്ലാസ്സിലിട്ടിട്ട് ചൂടുവെള്ളം വെച്ചിട്ട് അങ്ങനെ കുടിക്കും. നൈസ് പരിപാടിയാണ്. കരിമ്പിന്റെ പീസ് അവർ ഇടലുണ്ട്. കരിമ്പിന്റെ പീസ് മധുരം വരാനാ എന്തോ ഫെർമെന്റ് ആവാൻ വേണ്ടി കരിമ്പ് ഹെൽപ്പ് ചെയ്യുന്നു. ഓ ഓ ഓ. പിന്നെ ചില സ്ഥലത്ത് ഇത് കണ്ടിട്ടുണ്ട്, അതിന്റെ അകത്ത് ചാർക്കോൾ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അതിന്റെ വിഷാംശം കാര്യങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതും ഇവരുടെ ഒരു അടുക്കളയാണ് കേട്ടോ. അപ്പൊ ഇവർക്ക് എത്ര അടുക്കളയാണ്. നമ്മൾ കല്യാണത്തിനൊക്കെ സാധാരണ നമ്മൾ താൽക്കാലിക അടുക്കള ഉണ്ടാക്കാറല്ലേ പതിവ്. അവിടെ നമ്മൾ ആദ്യം കണ്ടത് ഒരു പെർമനന്റ് അടുക്കളയാണ്. ഇതും ഒരു പെർമനന്റ് അടുക്കളയാണ്. ചിലപ്പോ വേറെ വേറെ വീടുകളുടെ അടുക്കളകളായിരിക്കും. കുടി ഉണ്ടാക്കുന്ന ആ ഒരു സെക്ഷന്റെ തൊട്ടിപ്പുറത്തൊരു ഡോറ് കണ്ടു കേട്ടോ. അതിന്റെ അകത്ത് പോകുമ്പോഴാണ് നമ്മൾ ഇവിടെ കുറച്ച് പേര് നിന്നിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് ചായന്റെ അടുക്കളയാണ് കണ്ടോ. ഇവിടെ കംപ്ലീറ്റ് അടുക്കളയാണല്ലോ. ഇവിടെ ഫുൾ ടൈം ഇവർ ചായ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇതൊക്കെ അതിനുള്ള സംഭവങ്ങളൊക്കെയാണ് കണ്ടോ. ഇവരുടെയൊക്കെ ഡ്രസ്സുകൾ കണ്ടോ, ട്രഡീഷണൽ ഡ്രസ്സുകളാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ കെട്ടിടത്തിലും കയറിയിട്ടുണ്ട്. ഈ ഒരെണ്ണം മാത്രം ബാക്കി വെക്കണ്ടല്ലോ. അപ്പൊ അതിനകത്ത് എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വന്നാണ് കേട്ടോ. അപ്പോൾ ഒരാൾ പറഞ്ഞു തന്നു, അതായത് സ്പെഷ്യൽ ഗസ്റ്റുകൾ ഇവിടെ ഇരുന്നിട്ടാണ് അവരുടെ സ്നാക്സും ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇവരിവിടുത്തെ സ്പെഷ്യൽ അതിഥികളായിരിക്കും. അവർക്ക് ഇങ്ങനെയുള്ള ബിൽഡിങ്ങിൻ്റെ അകത്താണ് ഇവർ ഡ്രിങ്ക്സും അതുപോലെ സ്നാക്സ് ഒക്കെ കൊടുക്കണേ. കമ്പനി ആ സ്പെഷ്യൽ അതിഥികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ ഫുൾ ടൈം നിന്നിട്ട് സംഭവം സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല പ്രായം. ആ നല്ല പ്രായമുണ്ട്. അപ്പൊ ഇവരെ ഈ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. എത്ര പ്രായമായിട്ടില്ലേ, ചാടി ചാടി നിൽക്കുന്നുണ്ട്. പറഞ്ഞതിലൊരു തെറ്റുണ്ട്, ഒരു വീട് കൂടി കയറാൻ ബാക്കി. പുതിയൊരു വീട് കാണുന്നുണ്ട്. ആ നമ്മളെ മെയിൻ ബിൽഡിങ്ങിന്റെ അകത്ത് നമ്മൾ കയറിയിട്ടില്ല.
പോയി നോക്കിയാലോ? ഇവിടെ അങ്ങനെ നമുക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, എവിടേക്കും പോകാൻ പറ്റും അല്ലേ? എല്ലാരും വെൽക്കമിങ്, എല്ലായിടത്തും ചെന്നാലും. അവിടെ നിന്ന് ചേട്ടൻ നിർബന്ധിക്കുന്നുണ്ടില്ലായിരുന്നു കുറച്ച് കുടിച്ചിട്ട് പോകും. പുള്ളിക്ക് ഞങ്ങൾ കുടിക്കാഞ്ഞിട്ടൊരു സമാധാനമല്ല. ചായ കുടിച്ചാൽ പോയി, ചായയൊക്കെ സാധാരണ ഡ്രിങ്ക് അല്ലേ, ഇതൊരല്പം കുടിച്ചിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിക്കായിരുന്നു. ട്രഡീഷണൽ സാധനം ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നോക്കാം. പിന്നെ ഈ ഇപ്പൊ പറഞ്ഞില്ലേ പ്രമുഖരിയ്ക്കുന്ന റൂം, അവിടെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു വൈ നോട്ട്, തീർച്ചയായും എടുക്കണം, തീർച്ചയായിട്ടും എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കയറ്റിയത്. നമുക്ക് ആ ബിൽഡിംഗ് കൂടി പോയി നോക്കാം. ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ. ബാ 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 കംറി. ഈ സംഭവത്തിന് കഥ എന്നാണോ പറയാ, കഥ. ഇത് നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ആ കാര്യം ഇത് എവിടുന്ന കിട്ടാൻ ചോദിച്ചപ്പോൾ ഒരു ചേച്ചി എനിക്കിത് സംഘടിപ്പിച്ചു തന്നിട്ടോ. എന്തായാലും നമ്മൾ കല്യാണത്തിന് വന്നതല്ലേ, ട്രഡീഷൻ തെറ്റിക്കണ്ട അല്ലേ? അതെ, ഞാൻ പോയിട്ട് കൊടുക്കട്ടെ. ഈ ബിൽഡിങ്ങിലെ റൂമുകളിലും സ്പെഷ്യൽ ഗസ്റ്റുകൾക്ക് ഇരിക്കാനുള്ള കേട്ടോ. അപ്പൊ ഇവിടെ ഒരു റൂം കാലി ഇരിക്കുന്നുണ്ട്. നമ്മളെ ആദ്യം ഇങ്ങോട്ടാ വിളിച്ചത്, നമ്മൾ ഇങ്ങോട്ട് വന്നില്ല അല്ലേ? നമ്മൾ അങ്ങോട്ട് പോയി. ഇവിടെ സ്പെഷ്യലായിട്ട് ഓറഞ്ച് ഉണ്ട്, പിന്നെ ഈ കുപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാ ഓരോ നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴത്തേക്കും നമ്മളെ പുകച്ച് പുറത്തിയടിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ കുട്ടിലാമ അല്ലേ, കുട്ടിലാമ ഇവിടെ ഒരു സംഭവം കൊണ്ടുവച്ചു. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ വലിയ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിലെ ഫ്ലോറിൽ വന്നപ്പോൾ അവിടെ വൻ പരിപാടി നടക്കുന്നുണ്ട്. നമ്മൾ താഴത്ത് നിൽക്കുമ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ല. സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ കയറി വന്നത്. അതെ, എവിടുന്നാ ചോദിച്ചപ്പോൾ മോളിൽ നിന്നാണ് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ പുറത്ത് ഒരു ഹാളുണ്ട്. അവിടെ ഇങ്ങനെ ചായയൊക്കെ വിതരണം ചെയ്യുന്ന കുറേ ആൾക്കാർ ഇരിക്കുന്നു. പിന്നെ ഒരു റൂമുണ്ട് കേട്ടോ, അത് അവരുടെ പെർമനന്റ് പൂജാമുറിയാണ്. അപ്പോൾ അതിനകത്ത് ഇരുന്നിട്ട് ഈ ബുദ്ധിസ്റ്റ് മോങ്കുകളൊക്കെ വന്നിട്ട് കുറേ പേരുണ്ട്, അവർ പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ ഈ കല്യാണത്തിന് നല്ലത് സംഭവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇവരുടെ ഭാവി ജീവിതം അല്ലേ, പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ കൂടെ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, വേണ്ട സ്നാക്സ് കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അതൊക്കെ കണ്ടുവന്നു കേട്ടോ. പിള്ളേരെ കണ്ടപ്പോൾ അവരുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള നൈസ് പരിപാടികളാണ് കേട്ടത്. ആദ്യമേ ഇങ്ങനെ പോകും, അത് കഴിഞ്ഞിട്ട് അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ അവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്തു. അങ്ങനെ പറയുന്നല്ലേ. നമ്മൾ അവിടുന്ന് വന്നിട്ട് അപ്പൊ ഈ കല്യാണപ്പേരിൽ ഇനി നമ്മൾ ചെല്ലാൻ സ്ഥലമൊന്നും ബാക്കിയില്ല. അപ്പൊ നോക്കുമ്പോ ഈ ഒരു പന്തലിന്റെ സൈഡിൽ കുറച്ച് വഴി അവിടെ നമ്മൾ വന്നിട്ടില്ല. ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, അത് ഉച്ചഭക്ഷണം കഴിക്കുന്ന സ്ഥലം. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് പോവാം. ഇവിടെ വന്നപ്പോ കണ്ടോ, നമ്മുടെ നാട്ടിലെത്തിയ പോലെ ഉണ്ടല്ലോ, എന്തോ ഒരു മില്ലറ്റ് കൃഷി ചെയ്ത സ്ഥലമാണ് കേട്ടോ. പിന്നെ കപ്പ കൃഷിയുണ്ട്, നിറയെ വാഴയുണ്ട് കേട്ടോ, വലിയ വലിയ വാഴകളുണ്ട്. ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, ഇത് ചെറിയൊരു വാഴയാണ്. അങ്ങനെ ടോക്ക്. ഇത് പിന്നെ സാധാരണ കാണുന്ന ഓറഞ്ച് മരമാണ്, അതിൽ വലിയ പുതുമയൊന്നുമില്ല. അല്ല, അവിടെ ആ ടേബിളിൽ ഇരിക്കുന്ന ഓറഞ്ചില്ലേ, അത് നല്ല ഓറഞ്ചാണെന്നാവോ? ഇവിടെ കുറച്ച് പേര് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് വെള്ളം അടിക്കുക കല്യാണപ്പേരിയിൽ, പന്തലിന്റെ പുറകില്. ഇവിടെയൊക്കെ പബ്ലിക്കായിട്ട് അവിടെ ഇരുന്നിട്ടാണ്. ഇവിടെ പച്ചവെള്ളം കുടിക്കുന്നത് മോശമാണ്. അതുകൊണ്ട് ആരും കാണാതെ പന്തലിന്റെ പുറകിൽ വന്നിട്ട് പച്ചവെള്ളം കുടിക്കുന്നു. നൈസ്. അതാ എടാ, ഇതിനൊരു അവസാനമില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് വന്നപ്പോൾ കണ്ടാണ് ഇവിടെ വലിയൊരു പന്തൽ. ഇതാണ് ശരിക്കും നമ്മുടെ നാട്ടിലത്തെ കലവറ. അടിപൊളി. മെയിൻ കുക്കിംഗ് ഏരിയ. इधर क्या क्या बनाता है? ഓക്കെ. ഇവരിവിടെ ഇരുന്ന് എന്തോ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇവിടെ കുറേ ചെമ്പുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവരുടെ അടുപ്പിന്റെ സ്പെഷ്യാലിറ്റി നോക്കിയേ, ഇത് നൈസാണല്ലോ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കമ്പി വെച്ചേക്കാണ് കേട്ടോ നീളത്തിൽ. എന്നിട്ട് അതിന്റെ താഴത്ത് അങ്ങനെ കത്തിക്കുന്നു. ഇടക്കിടക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കല്ലുണ്ട്. അത് കൊള്ളാം. ഓരോരോ അടുപ്പ് സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അത് നൈസായിട്ടുണ്ട്. ഇവിടെ എന്താ ഉണ്ടാക്കുന്നത്, ഇവിടെ ഉണ്ടാക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർ ശരിക്കും പറഞ്ഞു തരുന്ന പറഞ്ഞത്. എന്നാ ചോദിക്ക്. ഇത് മെയിൻ ഐറ്റം क्या बनाते हैं भैया? മെയിൻ ഷെഫ് സീനിയർ
നമ്മൾ വന്ന് സീനിയർ ഷെഫിന്റെ അടുത്തെത്തി. അദ്ദേഹം റെഡ് ബ്ലോ കുടിച്ചിരിക്കുക. കമറി कमरी क्या बनाता है इधर? आज बनाया खाना और मटन हाँ बीफ चिकन पोर्क ओ मशरूम सब है. सब सब वेज മട്ടൻ ഉണ്ട്, मटर ഒരു ലഡുവും കൂടി പൊട്ടി. हाँ സകലമാന ഐറ്റംസ് ഉണ്ട് കേട്ടോ. वो कल अला आज सुबह से शुरू किया क्या कुकिंग और कल कल रात में कल रात से शुरू किया. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇന്നലെ രാത്രി തുടങ്ങിയ കുക്കിംഗ് ആണ് ഇവിടെ. ഇതും കൃഷിയിടാണ്. ये मिलेट का खेत है ना? ये मिलेट का खेत. ഓക്കെ ഓക്കെ മില്ലറ്റിന്റെ खेत നേരത്തെ ഇതാക്കിയതാണ്. ഫുള്ള്. അപ്പൊ ഈ വേറെ സമയത്തൊന്നും കല്യാണം നടക്കൂല, ഈ സീസണിൽ മാത്രം കല്യാണം നടക്കുള്ളൂ. वो अभी है ना इधर शादी का सीजन यही है. यही सीजन यही है. वो खेत का टाइम है, शादी नहीं हो जाएगा. अभी खेत के धान काटने के बाद इधर शादी का सीजन लग गया. ആ ഓക്കെ ഓക്കെ. അതായത് ഈ വിളവെടുപ്പ് കഴിഞ്ഞിട്ടാണ് കല്യാണ സീസൺ തുടങ്ങുന്നത്. ആം കേരളസേ. താങ്ക് യു. ഇതാണ് കേട്ടോ, ഇതൊരു തരം മഷ്റൂമാണ്. ഇതിങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ച സംഭവമാണ്. ഓ ഇതിനകത്താണ് മട്ടൻ കറിയാണ് കേട്ടോ. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട കുക്ക് അദ്ദേഹം മഷ്റൂം ഫ്രൈ ചെയ്യാൻ പോകട്ടോ. നമുക്ക് മഷ്റൂം ഫ്രൈ ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കാം അല്ലേ. പാത്രത്തിൽ തന്നെയാണ് വിളമ്പുന്നത് കേട്ടോ. അത് നമ്മുടെ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഒന്നും അല്ല കേട്ടോ. എന്താ ഭയങ്കര കുസൃതിയാണ്. ആ ഇതിനാണ് നമ്മളടുത്തും കുറച്ച് കുസൃതി കാണിച്ചു. ആണ് സ്മാർട്ടാണ് കേട്ടോ. കനല് കോരിയെടുക്കാൻ വന്നതാണ്. പുകയ്ക്കാൻ വേണ്ടിട്ട് ആ പുകയ്ക്കാനുള്ള. അതിനകത്ത് വേറെ എന്താ ഇടുന്നാവല്ലേ. ചിലപ്പോ നമ്മളിങ്ങനെ ഈവൻ ഒന്നും പറയാൻ പാടുണ്ടാവില്ല. പേര് പറഞ്ഞപ്പോഴും ഒരു ലാമ കുട്ടിയാ പറഞ്ഞത്. അതല്ലേ നമുക്കറിയാത്തോണ്ടല്ലേ, നമുക്കറിയാത്തോണ്ടാണ്. സോറി. അടുത്ത ചിലപ്പോ അവരൊക്കെ ചിലപ്പോ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവരൊരു ബഹുമാനത്തോടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക അല്ലേ. പക്ഷെ അവിടെ നിന്ന് അപ്പുറേ എന്നുള്ള ചേട്ടനാണ് പറഞ്ഞത് ഈ ലാമയല്ലേ ഇവൻ ആള് മഹാ എന്തായാലും ബദ്മാഷിന്റെ അർത്ഥം എന്താ? ശ്രദ്ധിക്കാരനൊക്കെയുള്ള രീതി ആവണം. അപ്പൊ കുറച്ചു നേരം അവിടെ ആ കലവറയിലത്തെ ആളുകളെടുത്ത് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ ചില്ല് ചെയ്ത് നിന്നിട്ടോ. അതിനുശേഷം അവര് ഭക്ഷണം കഴിക്കുന്ന കാര്യം പിന്നെയും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് അവിടുന്ന് കഴിക്കുമ്പോൾ ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വെളിച്ചം കുറവാണ്, പാട്ട് പാടുന്നുണ്ട് അവിടെ, അതൊക്കെ പറഞ്ഞിട്ട് പുറത്തുനിന്ന് ഇവിടുന്ന് എവിടെയെങ്കിലും കഴിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല. പറഞ്ഞപ്പോഴത്തേക്ക് അവർ എന്തൊക്കെ കഴിക്കുക, മട്ടൻ കഴിക്കോ ബീഫ് കഴിക്കോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അതാ ചോറ് വിളമ്പാൻ തുടങ്ങി കേട്ടോ. നമുക്കുള്ള ചോറും പിന്നെ വേറെ എന്താണ് അത് മത്തി പൊരിച്ചാണോ? ശ്രുതിക്ക് പേടിയാവുന്നു ഇവരെ വിളമ്പല് കാണുമ്പോൾ. ഇതൊക്കെ എന്തൊക്കെയുണ്ടല്ലോ. ഇതൊക്കെ എന്താ നമുക്ക് അവിടുന്ന് ചോദിക്കാം വിശദമായിട്ട് ചോദിക്കാം. ടീ പോയിന്റ് ചെറുതിട്ടോ. അപ്പോൾ അതിൽ വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. സെറ്റായി, നമ്മളെ ഇഷ്ടം പോലെ തന്നെ ആയി അല്ലേ. ഈ ഒരു പശ്ചാത്തലമൊക്കെ കണ്ടോ, ബാക്കിൽ ഓറഞ്ച് മരങ്ങൾ. അതെ അതെ അതെ. തീരുമ്പോ ഇവിടുന്ന് കൊണ്ടുവരാം. സെറ്റ്. സന്തോഷായി. പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് കടന്നപ്പോ വലിയൊരു സന്തോഷം. എല്ലാ ഐറ്റംസും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ആ ഈ പുള്ളിക്കാരൻ വേറെ എന്തോ കൊണ്ടുവരുന്നുണ്ടല്ലോ. ആ സലാഡ്. ചിക്കനൊന്നും എടുത്തിട്ടില്ല, നമ്മൾ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് ഇനി വീണ്ടും അവിടുന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ വരും. അല്ല മഷ്റൂം പൊരിക്കുന്നുണ്ട്. അത് കുറച്ച് മോശമായി പോയി. ഞാന് മഷ്റൂമും നിന്നോട് ചോദിച്ചില്ലേ, കൊടുന്നേരാ അടങ്ങേന്ന്. ആക്രാന്തമാണ് വിചാരിച്ചിട്ടുണ്ട്. അയ്യോ ഇത് ആക്രാന്തം കൊണ്ടൊന്നുമല്ല, ഒരു രസം കാണിക്കാൻ വേണ്ടിട്ട്, നിങ്ങൾക്ക് വേണ്ടിട്ട് ഷോ ഓഫ്. അടുത്ത ഐറ്റംസ് കുക്കുംബർ കൊണ്ടുവന്നു. അപ്പോൾ ഇതാ ചോറും മട്ടൻ കറി അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് ഉള്ളത്. അതിനുശേഷം നമ്മുടെ കൈപ്പക്ക പൊരിച്ചതുണ്ട് കേട്ടോ. മട്ടൻ കറി സൂപ്പറാണ് കേട്ടോ, അടിപൊളി. ബീഫ് കണ്ടോ, ഡ്രൈ ഫ്രൈ, വലിയ പീസാക്കി ഡ്രൈ ഫ്രൈ. കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പടം വന്നു, പിന്നെ കൊക്കക്കോള വന്നു. ഞാൻ ഏകദേശം എൻ്റെ പ്ലേറ്റ് ഒരുവിധം ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പ്ലേറ്റ് 2 ബീഫിൻ്റെ പീസ് കൂടി ഇരിപ്പുണ്ട്. ബീഫിൻ്റെ പീസ് കുറച്ച് കടുക് കട്ടിയാട്ടോ. അതായത് ഭയങ്കര ഡ്രൈ ഫ്രൈ ആണ്, വലിയ പീസുമാണ്. ഡ്രൈ ഫ്രൈ ടേസ്റ്റ് ഇല്ലാന്നുള്ള, പക്ഷേ കുറച്ച് പാടുണ്ട് കഴിക്കാൻ. അത്യാവശ്യം പാടാൻ, അധ്വാനിക്കണം. പക്ഷെ കുഴപ്പമില്ല. ഞാൻ തന്നതിനകത്ത് ഒരു പീസ് അപ്പുറത്തെ പട്ടിക്ക് ഇട്ട് കൊടുത്തു, ബാക്കി ഞാൻ കഴിച്ചു. സഹജീവി സ്നേഹം. പട്ടി നമ്മളെ വിട്ട് പോകണില്ല കേട്ടോ. പട്ടിക്ക് ഡ്രൈ ഫ്രൈ ചെയ്ത ബീഫ് കിട്ടിയപ്പോഴേ
ഇത് മറ്റേ പട്ടിയായിരിക്കും, മറ്റേ കൊടുത്തോണ്ടിരിക്കേണ്ട പട്ടി, അല്ലെങ്കിൽ കടി കിട്ടുന്ന പണിവാളി കേട്ടോ. പുള്ളിക്കാരനെ അവിടെ തന്നെ ഉണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ പുറകിലുള്ള ഒരു ഓറഞ്ച് മരത്തിനെ കുറിച്ചിട്ട് ചോദിച്ചാൽ കേട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ മുതൽ സംസാരിക്കുന്നുണ്ട് ഈ ഓറഞ്ചിന്റെ കാര്യം. ഒരുപാട് മരങ്ങളിൽ ഓറഞ്ച് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ ഇത് അവർ ഉപയോഗിക്കുന്നില്ല, കഴിക്കുന്നില്ല, ഒക്കെ താഴെ വീണൊക്കെ പോവുകയാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്ത് പഴുത്തിട്ടുള്ള ഓറഞ്ച് അതിനകത്ത് പുഴു ഉണ്ടാവും, ഇത്രേ ടേസ്റ്റും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ചെറുതായിട്ടിരിക്കുന്ന കണ്ടോ പച്ച കളറിലുള്ള ഓറഞ്ച് ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു ഓറഞ്ചുകൾ, ഇതിന് ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് പഴുക്കുത്രേ. അത് നല്ല ഓറഞ്ചായിരിക്കുന്നത്. ഇപ്പോൾ ഈ പഴുത്ത് നിൽക്കുന്നതൊക്കെ ഡിസംബറോടുകൂടി വീണ് പോകുന്ന പറഞ്ഞത്. അത് ഇവർ ഉപയോഗിക്കില്ല. പിന്നെ ഫെബ്രുവരിയോടുകൂടി പഴുക്കുന്ന ഓറഞ്ചാണത്രേ നല്ല ഓറഞ്ച്. അപ്പം ഞാൻ രാവിലെ ഒരു ഓറഞ്ച് പറിച്ച് കഴിച്ചായിരുന്നു. ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പുഴു ഉണ്ടാകുന്ന പറഞ്ഞു 100%. പിന്നെ കാണാത്ത പുഴുല്ലേ, അത് കണ്ണിന് നല്ലാത്ത. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇത് ഓറഞ്ച് തിന്നുന്ന പുഴുവാ, വേറൊന്നും. അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല, തെറ്റു പുഴുവാ അത്. കല്യാണിപ്പനി പോയി നോക്കാം. കുറെ നേരമായി കലവറിന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നത്. പോവാം. ഇത് അടുത്ത് എന്തോ ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടോ, തക്കാളിയൊക്കെ വെട്ടിക്കൂട്ടുന്നുണ്ട്. ഇതിപ്പോ ഒന്നും നമ്മളെ വിടാനുള്ള പ്ലാനില്ലായിരിക്കും. आपका भाषा हमको भी സെയിം കൊടുത്തുപെടുത്ത് മലയാളം സംസാരിക്കുന്ന പുള്ളി പറയണേ ഇത് ഏത് ഭാഷയാണ് കൊടുത്തുപെടുത്തേന്ന് അല്ലേ. മലയാളത്തിന് അപമാനിച്ചു. എന്റെ രക്തം ഏകദേശം ഒക്കെ തളച്ചു വരുന്നുണ്ട്. അപ്പൊ തന്നെ തിരിച്ചറിഞ്ഞു നിങ്ങളുടെ ഭാഷ നമുക്ക് അതൊന്നും പറഞ്ഞില്ലേ, തീർത്തല്ല നമ്മളല്ലേ. നമ്മൾ നേരത്തെ ആ മുകളിലെ നിലയിൽ ഇരുന്നിട്ട് ബുദ്ധസന്യാസിമാര് പ്രാർത്ഥിക്കുന്ന കണ്ടല്ലേ. അപ്പോൾ ഇവര് ലെപ്ച കമ്മ്യൂണിറ്റിയിലെ ബുദ്ധമത വിശ്വാസികളായിരിക്കും കേട്ടോ. ശരിക്കും ലെപ്ച കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രൈബ്സ് ആണ്, ഇവിടുത്തെ ഏറ്റവും പണ്ട് ഇവിടെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവരുടെ കല്യാണത്തിന് പ്രധാനപ്പെട്ട ചടങ്ങിൻ്റെ ഫസ്റ്റ് ഇവരവിടെ ഒരു പുരോഹിതൻ വന്നിട്ട് ഒരു ചെറിയൊരു പൂജ നടത്തിയല്ലോ, നമ്മൾ കണ്ടായിരുന്നു. അവിടെ കണ്ടില്ലേ ഒരു കോഴീനെയൊക്കെ കൊന്നിട്ട് ഇങ്ങനെ ഒരു വിളക്കൊക്കെ കത്തിച്ചില്ലേ, ഒരു ദീപം കത്തിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ്, അതായത് ഒരു പോത്തിൻ്റെ ഇറച്ചിയൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ലെപ്ചയുടെ പണ്ട് മുതലേ ഇവർ ഫോളോ ചെയ്യുന്ന ഒരു ചടങ്ങായിരിക്കും. അടുത്ത ചെമ്പ് പൊട്ടിക്കുന്ന നോക്കി നിൽക്കായിരുന്നു. അല്ലല്ല, അവര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ, ഇനിയിപ്പം ഒഴിച്ച് കഴിച്ചിട്ട് പോണം എന്ന് പറയുകയാണ്. എവിടെ ചെന്നാലും ഇവർ ആദ്യമേ പറയുന്നതാണ് കഴിച്ചിട്ട് പോകണം, കഴിച്ചിട്ട് കുട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് സിക്കിമിലേക്ക് കല്യാണത്തിന് വന്നാൽ മതി അല്ലേ. അവിടെ താഴെ നിൽക്കുമ്പോ എന്തോ ഒരു സംഭവം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചു കേട്ടോ മുകളിലേക്ക്. ഇവിടെ എന്താ സംഭവം? എന്താണ് അവിടെ? ഓർഗാനിക് കോഫി. ഓർഗാനിക് എന്നുള്ള വാക്കിനി മിണ്ടരുത്. ഇവിടെ എല്ലാം ഓർഗാനിക് കോഫിയോ? ആ സംഗതി കോഫിയും ചാങ്ങും മിക്സ് ചെയ്തിട്ട് ഇവരിവിടെ വേറെ ഭാഷ പറയുന്നുണ്ടോ. അപ്പുറത്ത് നമ്മൾ കണ്ടത് വേറെ ഭാഷയാണ്. അവിടെ ചാങ് എന്ന് പറയും, ഇവിടെ ചീ എന്ന് പറയും. ഓക്കെ ഓക്കെ ഓക്കെ. രണ്ടെണ്ണം ഉണ്ടാക്കിയല്ലോ. രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ഇന്ന് കുടിച്ച് മരിക്കും. അതിന്റെ മുകളിൽ പിന്നെ കുറച്ച് നട്ട്സും ഇടും കേട്ടോ. സംഗതി ഗ്രാൻഡാണ്. താങ്ക് യു താങ്ക് യു. ആക്ച്വലി ചീസോക്ക്, കോഫി ചീസോക്ക്. ആ പഠിഞ്ഞു. സംഗതി ഇവര് നമ്മളെ പറഞ്ഞ് തളർത്തി കളഞ്ഞു കേട്ടോ. അതായത് ഇത് ഇവരുടെ സ്പെഷ്യൽ കോഫിയാണ്. കോഫി ചീസോക്ക് എന്നാണ് പേര് പറഞ്ഞത്. ഓർഗാനിക് കോഫി എന്നും പറയുന്നുണ്ട്. പക്ഷെ പിന്നെ പറഞ്ഞാണ് നമ്മളെ തളർത്തി കളഞ്ഞത്. ഇത് ഏറ്റവും വെരി 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 സ്പെഷ്യൽ ഗസ്റ്റുകൾക്ക് മാത്രം കൊടുക്കുന്ന സാധനമാണ്. നമ്മളെ ഇമോഷണലി അവര് തളർത്തി കളഞ്ഞു. ഇതുകൂടി കുടിച്ച് സഹകരിക്കും. ഭയ്യാജി വീണ്ടും വന്ന് ചോദിച്ചു. അല്ലെങ്കിൽ അവര് കണ്ടു കഴിഞ്ഞാൽ മോശം. ആ പുള്ളിക്കാരനാണല്ലേ. എന്ത് ഭയ്യാജി ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? എന്റെ കഴിഞ്ഞു. താങ്ക് യു. Welcome. താങ്ക് യു. Welcome. Bye.
അപ്പോൾ കല്യാണ പരിപാടിയൊക്കെ നല്ല രീതിയിൽ നടത്താൻ അവരെ ഏൽപ്പിച്ചിട്ട് ജസ്റ്റ് ഒരു ബ്രേക്ക്. ഞങ്ങളൊന്നും ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇതിൻ്റെ ചുറ്റുപാടും ഉള്ള സ്ഥലങ്ങളൊക്കെ ഒന്നും കാണാതെ പോകാൻ പറ്റില്ലല്ലോ. എടാ നല്ല രസമുണ്ടല്ലോ. നല്ല രസമുണ്ട്. ഈ വഴി കണ്ടോ, ഒരു വീട്ടിലേക്കുള്ള വഴി. ഇങ്ങനത്തെ സ്റ്റെപ്പ് കാണുമ്പോൾ എന്തോ ഒരു കയറി പോകാൻ തോന്നുന്നു. കയറി പോകാൻ തോന്നുന്നു. എന്താണെന്നറിയില്ല. ഈ വഴിക്ക് പോയിട്ട് എന്തോ ഒരു കാണാനുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഇവരുടെ അക്വാഡക്റ്റ് പോലത്തെ എന്തോ സംഭവം കേട്ടോ. ഇവിടുത്തെ ആരും പേരൊക്കെ കഴിക്കൂല ഒന്നും. എടാ കുറച്ച് പേരൊക്കെ അനുവാദമില്ലാതെ പേരൊക്കെ പറിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടാവും. മറ്റേ ഓറഞ്ചിന്റെ കഥ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതിലും എന്തെങ്കിലും ഉണ്ടാവും. റിയലി മോശമായി പോയോ? ആണോ? പേരക്ക പറിച്ച് എന്നെ കളിയാക്കിക്കൊണ്ട് 2 പെൺകുട്ടികൾ ഇതുവഴി കടന്നുപോയി, സുഹൃത്തുക്കളെ കടന്നുപോയി. അപ്പൊ നമ്മൾ അവരുടെ പുറകെ പോയി. ഹംറി आप लोगों का घर आ गया क्या? हमारा घर है तो नीचे. आप लोग भी Another village. another village. No, I just came here to smoke cigarettes. So, अच्छा, वो बहुत अच्छा. It is a good habit. This is very bad habit, and that is very good habit. smoking cigarettes, my own mom is good habit, but it's stealing all the But I don't know much, okay? Okay, bye bye. Yeah, bye. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് പേരക്ക പറിച്ചപ്പോഴേ അവരെന്നെ കളിയാക്കിക്കൊണ്ട് ദിസ് ഈസ് വെരി ബാഡ് ഹാബിറ്റ് പറഞ്ഞിട്ടോ. ചുമ്മാ തമാശക്ക് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു. അവർ സിഗരറ്റ് വലിക്കാൻ വന്നേക്കാണ്. അത് ഗുഡ് ഹാബിറ്റ് ആവല്ലേ? അല്ല, അത് പിന്നെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഇത് ഞാൻ ആരാൻ്റെ അടിച്ചു മാറ്റിയാണ്. അവർ പറഞ്ഞതിന് കറക്റ്റ്. പക്ഷെ അതല്ല, പുള്ളിക്കാരി നല്ല ഫിറ്റാ. രാവിലെ മുന്നേ കല്യാണ പേരയിന്ന് അടി തുടങ്ങിയതല്ലേ അല്ലേ? നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ വ്യൂ പോയിന്റിലേക്ക്. ഒരു കാട്ടുവഴിയാണ് കേട്ടോ. തുടക്കത്തിൽ നല്ല കോൺക്രീറ്റ് വഴിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. നമ്മൾ ജസ്റ്റ് കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ ആ വ്യൂ പോയിന്റ് എത്തിട്ടോ. ഓ സ്റ്റണ്ണിങ് കൊള്ളാല്ലേ? എന്ത് ഭംഗിയാ നോക്ക. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ താഴേക്ക് പോകും. താഴെ ടീ സ്റ്റേയിലേക്ക് എത്തും. നോക്കി, ടീ സ്റ്റാ നദി ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോകുന്നു ആ 2 മലയുടെയും താഴ്വാരത്ത് കൂടി. ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവരുടെ കുറേ വീടുകളൊക്കെ കാണാം കേട്ടോ. ശരിക്കും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ എടുക്കാം നമുക്ക്. ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ തന്നെ എടുത്താലും, ഇപ്പോൾ തമിഴ്നാട്ടിൽ കൊടൈക്കനാലൊക്കെ പോയാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ഒരു പൂണ്ടി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു കൂട്ടം വീടുകൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വാരി ഇട്ട പോലെ ഒരു പ്രദേശത്ത് കുറച്ച് വീടുകൾ, പിന്നെ കുറേ പോയി കഴിഞ്ഞാൽ വേറൊരു പ്രദേശത്ത് കുറച്ച് വീടുകൾ, ഊര് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില്ലേ, അങ്ങനെയൊക്കെ കാണാം. അതായത് ഒരു പ്രദേശത്തായിരിക്കും കുറേ കുഞ്ഞു കുഞ്ഞു വീടുകൾ, പിന്നെ അതിൻ്റെ ചുറ്റും അവരുടെ കൃഷിസ്ഥലങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ. അതായത് ഇവിടെ 1, 2, 3 വീടൊക്കെ ഉണ്ടാവുള്ളൂ. അത് മിക്കവാറും അവരുടെ കുടുംബം, അനിയൻ, ഏട്ടൻ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുറേ ദൂരം പോയിട്ട് പിന്നെ ആയിരിക്കും വീടുണ്ടാവുക. ഒരു ഗ്രാമം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ അധികം കണ്ടിട്ടില്ല. ഇതേ രീതി തന്നെയാണ് ഭൂട്ടാനിൽ പോയപ്പോഴും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതായത് ഇപ്പോൾ 1975 ആളുകൾക്ക് രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിലുള്ള എതിർപ്പ് കാരണം അവർ ഒരു ജനാധിപത്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് ഈ സിക്കിം എന്ന് പറയുന്ന രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നത്. ആ ചേരുന്നതിന് മുമ്പ് ശരിക്കും ഭൂട്ടാനെ പോലെയുള്ള കൊച്ചു രാജ്യമായിരുന്നല്ലോ സിക്കിം. അതും ഭൂട്ടാനോട് ചേർന്ന് തന്നെ. അപ്പോൾ ഇതൊക്കെ ഒരേപോലെ തന്നെയാണ് ഇവരുടെയൊക്കെ രീതികൾ. പക്ഷേ ഈ ഒരു സംഗതി എങ്ങനെ രൂപപ്പെട്ടെന്ന് അറിയില്ല. പണ്ട് മുതലേ മനുഷ്യൻ കൂട്ടമായിട്ട് ജീവിക്കാനാണല്ലോ ആഗ്രഹിച്ചിരുന്നത്. പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല. പിന്നെ ആ താഴെ കാണുന്ന സംഗതിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കയറി വന്ന വഴികളാട്ടോ. ആ ടീസ്റ്റ നദിയുടെ താഴെ ആ ഭാഗത്ത് എവിടെ എങ്ങാണ്ട് വെച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് ഈ ജംഗു ഏരിയയിലേക്ക് പ്രവേശിച്ചത്. ഇപ്പം സമയം ഏകദേശം ഒരു 3-3:15 ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലൊരു 5:30 ഒക്കെ 6 മണിയൊക്കെ ആകുന്ന ആ ഒരു അവസ്ഥയായിട്ടുണ്ട്. നമുക്ക് പോയാലോ? ഇനി അവിടെ ബാക്കി സെറ്റാക്കണ്ടേ? കല്യാണം നമ്മുടെ ഉത്തരവാദിത്വത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ബീഫൊക്കെ തീർന്നിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ആ ഇരുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് അവരുടെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തോ സംഗതി ഉണ്ട് കേട്ടോ. ഒരു പ്രതിഷ്ഠയൊക്കെ പോലത്തെ എന്തോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ട്. 2-3 കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഈ വഴിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള കൊടൈക്കനാലിലൊക്കെ ഉള്ള പോലെ കണ്ടോ, ഒരു കല്ലിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടോ? ഡോൾഫിൻ നോസിലൊക്കെ ഉള്ള പോലത്തെ സംഗതി. ഇങ്ങോട്ട് നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ വ്യൂ കണ്ടോ.
ഇപ്പോൾ കുറേ പ്രാവശ്യമായി പറയണല്ലേ. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ കുറേ സമയം ഞങ്ങൾ ആ സ്റ്റണ്ണിങ് വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. കാറ്റ് കൊണ്ടൊന്നും പറയാൻ പറ്റില്ല, കാറ്റില്ല, ഒരു കുഞ്ഞു കാറ്റ് പോലും ഇല്ല. ശരിയല്ലേ? അത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. പ്രകൃതി ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുക. ആരോ സ്റ്റാച്ചു പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങി. കല്യാണ വീട്ടിൽ നിന്ന് പാട്ട് ഉച്ചസ്ഥായിലായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് നല്ല ഇരുട്ടാവും. കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞിട്ടുള്ളൂ, കരടി, പുള്ളിപ്പുലി, കരിമ്പുലി, ചെറിയ കരിമ്പുലി, അത് തന്നെയല്ലേ പറഞ്ഞത്? ബ്ലാക്ക് പാന്തർ. പാന്തർ ഇവിടെ ആരോ പിടിച്ച് തിന്നൊന്നും കൂടി പറഞ്ഞായിരുന്നു. ഒരാളെ ആക്രമിച്ചു എന്നും കൂടി പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നമുക്ക് അധിക സമയം നിൽക്കണ്ട, പോവാം. പേടിയായിട്ടൊന്നുമല്ല, പോകാം. നമ്മളങ്ങനെ കാട്ടിക്കൂടി നടന്ന് തിരിച്ച് കല്യാണ വീട്ടിലെത്തിയപ്പോൾ അവിടെ നല്ല ഓടാണ് കേട്ടോ. പാട്ടൊക്കെ നല്ല ശബ്ദം കൂടിയിട്ടുണ്ട്. അതിഥികൾ വന്നുകൊണ്ടേയിരിക്കുന്നു, ആളുകൾ ഭക്ഷണം കഴിക്കുന്നു, ചില്ല് ചെയ്യുന്നു. കുറേ ആളുകളുണ്ട് കേട്ടോ, തിരക്കുണ്ട് അത്യാവശ്യം നന്നായിട്ട്. നമ്മളതൊക്കെ കണ്ട് കുറേ സമയം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ വ്യൂ പോയിന്റിൽ പോയത് കാരണം നമുക്ക് ചെറിയൊരു സംഭവം മിസ്സായി. വന്നപ്പോൾ നമ്മുടെ സോങ്മിത് ദീദി അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ദീദിയൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു അത്രേ. അപ്പോൾ ആ ഡാൻസ് നമുക്ക് കാണാൻ പറ്റിയില്ല. ദീദി മാത്രമല്ല, അവിടുത്തെ മൊത്തം ആൾക്കാരും ഭയങ്കര ഡാൻസ് ആയിരുന്നു അത്രേ. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേക്കും മുകളിൽ നമ്മൾ നേരത്തെ കണ്ടില്ല ഈ ബുദ്ധിസ്റ്റ് മോങ്കുകളുടെ ഒരു പ്രാർത്ഥന, അതിൻ്റെ വേറൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ സമയത്ത് അപ്പോൾ ഇവർ ആ ഡാൻസിൻ്റെ ഒരു ഇതൊന്ന് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഡാൻസൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ ഇങ്ങനെ സ്ത്രീകളും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും നല്ല ലൈവായിട്ടുള്ള അവസ്ഥയാണ് കല്യാണ വീട്ടിൽ. അതുകൊണ്ട് നമ്മൾ കുറേ കൂടി സമയം അവിടെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും കൂടെ നടന്ന് ചിലവഴിച്ചു. നമ്മുടെ സോങ്മിത് ദീദി നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ദീദി ഡിന്നറാണോ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ എന്തായാലും ലഞ്ച് കഴിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറേ നേരം കൂടി ചിലവഴിച്ചിട്ട് പിന്നെ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കല്യാണം. പക്ഷേ കല്യാണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് മിസ്സായതാണ്. പക്ഷേ അത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. രസകരമായിട്ടുള്ളൊരു ചടങ്ങുണ്ട് കേട്ടോ അവിടെ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ ചടങ്ങാണ് കേട്ടോ. തലേ ദിവസം, ഇന്നാണ് കല്യാണത്തിൻ്റെ പ്രധാന ദിവസം. ഇന്നലെ അത് കഴിഞ്ഞു. അതായത് നമ്മൾ പോയത് പെണ്ണിൻ്റെ വീടാണല്ലോ. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന്, നമ്മുടെ നാട്ടിലും പല സ്ഥലങ്ങളിലും ഉണ്ട് അത്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കാര്യമായിട്ടൊക്കെ തന്നെ ഉണ്ട്. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കുറേ സാധന സാമഗ്രികൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു പരിപാടി ഉണ്ട്. അതിൻ്റെ അകത്ത് രസകരമായിട്ടൊന്നുമില്ല, പക്ഷെ ഈ കൊണ്ടുവരുമ്പോൾ ഉള്ള കാര്യമാണ് രസകരം. അതാണ് രസകരം. എന്തൊക്കെ കൊണ്ടുവരിക? അതിൻ്റെ അകത്ത് അവർ പ്രധാനമായിട്ടും പന്നി, വലിയ ഏറ്റവും തൂക്കമുള്ള പന്നി, ഏറ്റവും വലിപ്പമുള്ള പന്നീനെ കൊണ്ടുവരുന്നു. അവനാണ് മെയിൻ. അപ്പൊ വലിയ പന്നീനെ കൊണ്ടുവരും. അത് കൂടാന്ന് പറഞ്ഞിട്ടുണ്ട് പെണ്ണിന് വേണ്ട ഇവര് ധരിക്കുന്ന ഒരു പ്രത്യേകതരം ഡ്രസ്സുണ്ട്. നിങ്ങൾ കണ്ട ഡ്രസ്സല്ല, അല്ലാതെ സിൽക്ക് കൊണ്ടുണ്ടാക്കുന്ന പ്രത്യേക ഡ്രസ്സുണ്ട്, അത് കൊണ്ടുവരും. പിന്നെ പലഹാരങ്ങള്, പിന്നെ ചെമ്പിന്റെ അല്ലല്ലോ, വെള്ളിയുടെ പാത്രങ്ങള്, പിന്നെ അവർ ധരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആഭരണങ്ങളുണ്ട്. അത് അങ്ങനെയുള്ള എന്തും കൊണ്ടുവരാമെന്നാണ് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞതൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. പക്ഷെ ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും അങ്ങനെ എന്തും കൊണ്ടുവരുന്നൊരു പരിപാടിയാണ്. ഈ വീട്ടിലും നമ്മളിപ്പോ പോയ ആ വീട്ടിലും ആ ചടങ്ങ് നടന്നായിരുന്നു. ഇന്നലെ ഈ ചെറുക്കന്റെ വീട്ടിൽ നിന്നുള്ള ചെറുക്കന്റെ ഒപ്പമുള്ള കുറെ പേരും ഈ പന്നിയും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ. ആ കവാടത്തിന്റെ അവിടുത്തെ എത്തുമ്പോൾ ഒരു പരിപാടി ഉണ്ട്. അതായത് ഈ തൂവാന്ന് പറയും ഞങ്ങളുടെ നാട്ടില്, നമ്മള് ചൊറിയണം എന്ന് പറയും. ചൊറിയണം ഈ സാധനം ഇവര് വീടിന്റെ പരിസരത്തു നിന്നും തൊടിയിൽ നിന്നൊക്കെ പരമാവധി കിട്ടാവുന്ന സ്ഥലത്തു നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് ഓരോ കെട്ടാക്കും, ചൂല് പോലെ ആക്കി എടുക്കും. എന്നിട്ട് ഇത് പിടിച്ചിട്ട് ആ കവാടത്തിന്റെ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് വരുന്ന ചെറുക്കന്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇത് വെച്ചിട്ട് കാലിലടിക്കുക. തട്ടിയ നല്ല ചൊറിഞ്ഞ് തണർത്ത് വരുന്നൊരു സംഭവമാണ്. ഇതുകൊണ്ട് ചെറുക്കനെയും കൂട്ടരെ അടിക്കുക കേട്ടോ. അപ്പൊ അടി കൊള്ളുമ്പോ ഇവന്മാര് ചാടി ഓടുന്നുണ്ട്. അടി കിട്ടാതിരിക്കാൻ വേണ്ടി ആൾക്കാർ അന്നേരം ശ്രമിക്കും. അപ്പൊ അത് ഭയങ്കര നിൽക്കുന്നവർക്കും അത് ഭയങ്കര രസകരമാണ്, ഒരു എൻജോയ്മെന്റ് ആയിരിക്കും. ഇതിന്റെ പുറകിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോന്നും അറിയില്ല കേട്ടോ. അത് ചോദിച്ചപ്പോ നമ്മൾ ചോദിച്ച ആൾക്കാർക്കൊന്നും അറിയില്ല. ഇനിയിപ്പോ വല്ല പ്രായം കൂടിയ ആൾക്കാരോടൊക്കെ ചോദിക്കേണ്ടി വരും. അത് ചോദിച്ചിട്ട് വല്ലതും കിട്ടുവാണെങ്കിൽ പിന്നെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞുതരാം. എന്തായാലും ആ സ്പോട്ടിൽ നമ്മൾ ഉണ്ടാവുമായിരുന്നെങ്കിൽ നമുക്ക് നല്ല രസകരമായ ഒരു അനുഭവമായിരുന്നു. പക്ഷെ അവിടെ ഇല്ലായിരുന്നു. ഇന്നലെ നമുക്കത് അറിയില്ലല്ലോ, നമ്മൾ ഇന്നലെ അല്ലേ ഇവിടെ എത്തിയത്. അപ്പൊ എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ കല്യാണം അടിപൊളിയായിട്ടോ. പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇതില്ല കേട്ടോ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന പരിപാടിയില്ല. ശരിക്കും ആൺ പെൺ വ്യത്യാസം ഇപ്പൊ നമ്മൾ കണ്ട ഒരു കാര്യത്തിൽ അവർ കാണിക്കുന്നില്ല കേട്ടോ.
ഇപ്പോൾ പാർട്ടിയൊക്കെ ആണെങ്കിലും ഇപ്പോൾ വെള്ളമടിക്കൊക്കെ ആണെങ്കിലും എല്ലാവരും വീട്ടിലത്തെ എല്ലാവരും ഒരേപോലെ ഇരുന്നിട്ട് വെള്ളമടിക്കുന്നു. ഞാൻ വെള്ളമടീനെ വലിയ ഇതാക്കി പറയുന്നതല്ല, മഹത്തായ കാര്യം പോലെ പറയുന്നതല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ പൊതുവെ പെണ്ണുങ്ങൾ വെള്ളമടിക്കുമ്പോൾ എന്തോ ഭയങ്കര മോശം, ആണുങ്ങൾക്ക് അത് അനുവദനീയമായ രീതിയിലാണല്ലോ കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം. അങ്ങനെ എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ആൺ പെൺ ഭയങ്കരമായ വ്യത്യാസം കാണിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. പൊതുവെ സാംസ്കാരികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമൂഹമായിട്ടാണ് സിക്കിമിലെ ഇൻഡിജിനസ് പീപ്പിൾസ് എന്നറിയപ്പെടുന്ന ലെപ്ച കമ്മ്യൂണിറ്റി നമുക്ക് ഫീൽ ചെയ്തത്. ലെപ്ച മാത്രമല്ല കേട്ടോ, സിക്കിം മൊത്തം നമുക്ക് ഫീൽ ചെയ്ത്. അപ്പം എന്തായാലും കല്യാണം അടിപൊളിയായിരുന്നു. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഒരു സൂപ്പർ ഡേ ആയിരുന്നു. വേറെ ഇപ്പം നാളത്തെ പ്ലാൻ എന്താ? നാളെ നേരം വെളുക്കുമ്പോഴേ അറിയുള്ളൂ. എന്തായാലും വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ഇന്ന് കിടന്നുറങ്ങാൻ പോവാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ. ബൈ. ഇനി എന്താ താമസം തുടങ്ങിക്കോ. സെറ്റ്.